മരപ്പാവകൾ. മലയാളത്തിലെ പ്രശസ്തനായ ചെറുകഥാകൃത്താണ് കാരൂർ നീലകണ്ഠപിള്ള. അധ്യാപകനായ ഇദ്ദേഹം സാഹിത്യ പ്രസാധക സഹകരണ സംഘത്തിന്റെ സ്ഥാപക സെക്രട്ടറിയും കൂടിയായിരുന്നു. സ്വന്തം അനുഭവങ്ങൾ സത്യസന്ധമായി പകർത്തിക്കാണിച്ച് കഥാരംഗത്ത് വിജയം കൈവരിച്ച പക്വതയാർന്ന കഥാകൃത്താണ് ഇദ്ദേഹം. അധ്യാപക കഥകൾ അതിശക്തമായി അദ്ദേഹം ആവിഷ്കരിച്ചു. ആത്മാർത്ഥത, മിതത്വം, ലളിതാവിഷ്കാര രീതി തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ കഥകളുടെ പ്രത്യേകതകളാണ്. വായനക്കാർക്ക് പുതിയ അറിവ് പകർന്നു നൽകുന്നതിലുപരി മനുഷ്യ നന്മയിലാണ് അദ്ദേഹത്തിന്റെ ചിന്ത വ്യാപരിക്കുന്നത്. സങ്കീർണമായ കഥാപരിസരമില്ലാതെ പരിമിതവും ഗ്രാമാന്തരീക്ഷത്തിന്റെ ശാലീനതയും ഉൾക്കൊള്ളുന്നവയാണ് അദ്ദേഹത്തിന്റെ കഥകൾ. ഗ്രാമനൈർമല്യത്തിന്റെ ഭാഷയാണ് കാരൂരിൻ്റേത്. മരപ്പാവകൾ, പൂവമ്പഴം, അസ്ട്രോളജർ, ഇരുട്ടിൽ, ഗ്രഹനായിക, ഒരു പിടി മണ്ണ്, മീൻകാരി തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കഥകളാണ്. നമുക്ക് മരപ്പാവകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു എന്യൂമറേറ്ററും അതുപോലെ തന്നെ നളിനി എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രവും. വീടുകളിൽ സെൻസസ് എടുക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് എന്യൂമറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു എന്യൂമറേറ്റർ സെൻസസ് എടുക്കാനായിട്ട് 312 ആശാരിപ്പറമ്പ് എന്ന വീട്ടിൽ ചെന്നിരിക്കുകയാണ്. ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഓല കുത്തി മറിച്ചുണ്ടാക്കിയ മുറിയിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നുണ്ട്. ഉമ്മിണി എന്നാണോ പേര് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ആ സമയത്ത് വല്ല കേസോ പോലീസോ ആവുമെന്ന് കരുതി അവൾ പരിഭ്രമിക്കുന്നുണ്ട്. അപ്പോൾ സെൻസസ് ആണെന്ന് പറയുമ്പോൾ അമ്മയോ ആങ്ങളെയും ഇവിടെ ഇല്ല എന്ന് അറിയിക്കുന്നു. ഉമ്മിണി തൻ്റെ അമ്മയുടെ പേരാണ് എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. ആ സമയത്ത് എന്യൂമറേറ്റർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഉമ്മിണി ആണോ പെണ്ണോ എന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ പരിഹാസമാണെങ്കിലും അഴകുള്ള ഒരു ചിരി അവൾ ചിരിക്കുന്നുണ്ട്. അമ്മയും ഞാനും പെണ്ണുങ്ങളാ, ആങ്ങള ആണും എന്നവൾ മറുപടി പറയുന്നു. അച്ഛൻ മരിച്ചുപോയി എന്ന് അവൾ അറിയിക്കുന്ന സമയത്ത് ഉമ്മിണി വിധവയാണോ എന്ന് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വിധവയായെന്ന് ആ സ്ത്രീ മറുപടിയും പറയുന്നുണ്ട്. അത്തരത്തിൽ നർമ്മമധുരമായിട്ടുള്ള സംഭാഷണ ശൈലിയിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ശേഷം വെയിലത്ത് നിൽക്കുന്ന എന്യൂമറേറ്ററെ വരാന്തയിലേക്ക് കയറിയിരിക്കാൻ അവൾ പറയുന്നുണ്ട്. ചാണകം മെഴുകി വെടുപ്പും മിനുപ്പും വരുത്തിയ വരാന്തയിലുള്ള നീളം കുറഞ്ഞ ബെഞ്ചിൽ അയാൾ ഇരുന്നു. വിവരങ്ങൾ ശേഖരിച്ചു. നളിനി എന്ന് തൻ്റെ പേര് ആ പെൺകുട്ടി പറയുന്ന സമയത്ത് അവൾ ലജ്ജിച്ചു. ഉദ്യോഗസ്ഥൻ അവളോട് വയസ്സ് ചോദിക്കുന്ന സമയത്ത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന മറുചോദ്യമാണ് നളിനിക്കുണ്ടായിരുന്നത്. ഭർത്താവുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ എന്നാണ് മറുപടി പറയുന്നത്. രണ്ടിൻ്റെയും അർത്ഥം വേറെയല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് ഉണ്ടെന്ന് തെളിയാതെ എഴുതാനും പറയുന്നുണ്ട്. ഭർത്താവുണ്ട്, ഭർത്താവില്ലാതാനും എന്ന് അവളുടെ മറുപടി കേട്ട സമയത്ത് എന്നാൽ വിഭർതൃക എന്ന് എഴുതാമെന്ന് ഉദ്യോഗസ്ഥൻ മറുപടി പറയുന്നു. അപ്പോൾ നളിനി പറയുന്നത് അതെ, വിദർഭ പോലെ ഒരു കുഴഞ്ഞ കേസായതും, പക്ഷേ ഉപേക്ഷിച്ചതല്ല. ഉപേക്ഷിച്ചെങ്കിൽ ആഴ്ചതോറും ദൂതാളിനെ പറഞ്ഞു വിടുന്നത് എന്തിനാ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചതായിരിക്കും എന്നതിന് ഞാൻ ഉപേക്ഷിക്കാനും അപേക്ഷിക്കാനും ഒന്നും പോയിട്ടില്ല, നിങ്ങൾക്കെല്ലാം അറിയാലോ, എന്താ വേണ്ടതെന്ന് എഴുതിക്കോളൂ എന്ന് അവൾ മറുപടി പറയുന്നു. പിന്നീടും എന്യൂമറേറ്റർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രസവിച്ചതാണോ, ഛിദ്രം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഛിദ്രം എന്ന് വെച്ചാൽ ഗർഭഛിദ്രം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആണും പെണ്ണും പ്രസവിച്ചിട്ടില്ല, ഛിദ്രം അവിടെ ചെന്ന് 6 മാസം തികയുന്നതിന് മുമ്പ് തുടങ്ങി എന്നൊക്കെ അവൾ പറയുന്നത് അവളുടെ വീട്ടിലുള്ള കലഹങ്ങളെക്കുറിച്ചാണ്. എല്ലാ ദിവസവും ഛിദ്രമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഈ മറുപടി കേട്ട സമയത്ത് ഉദ്യോഗസ്ഥൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അലസതയുണ്ടായിട്ടുണ്ടോ, അതായത് ഗർഭഛിദ്രം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഈ സമയത്ത് നളിനി പറയുന്ന മറുപടി എന്തെല്ലാം പോക്കണം കേടാ ചോദിക്കുന്നത്, ആങ്ങണയില്ലാത്തത് നന്നായി എന്നവൾ പറയുന്നു. സർക്കാർ കാര്യം ആരുണ്ടെങ്കിലും ഞാൻ ചോദിക്കുമെന്ന് ഉദ്യോഗസ്ഥൻ പറയുന്ന സമയത്ത് ആങ്ങളയുടെ മുന്നിൽ ചോദിച്ചാൽ നാണം വരും എന്നാണ് അവൾ മറുപടി പറഞ്ഞത്. അപ്പോൾ നർമ്മമധുരമായിട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും കഥയുടെ പോക്ക് അല്ലേ. പിന്നീട് അവളുടെ വരുമാനം ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മയുടെയും ആങ്ങളയുടെയും വരുമാനം അവൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നളിനിയെ ആശ്രയിച്ച് കഴിയുന്നവൾ എന്നെഴുതാം എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ചോദ്യം കച്ചേരിയിലെ ചോദ്യം പോലെയുണ്ട് എന്ന്. കച്ചേരി എന്ന് വെച്ചാൽ കോടതി. അപ്പോൾ ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ് നിങ്ങൾ കച്ചേരിയിലും ചോദിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ദ്രോഹിയായ ഭർത്താവ് അതിനും ഇടവരുത്തി, അതുകൊണ്ട് ഭർത്താവില്ല എന്ന് എഴുതിക്കോളൂ, അതിന് ഞാൻ വല്ലതും തരാം എന്നും കൂടി അവൾ പറയുന്നുണ്ട്. എനിക്കാണെങ്കിലോ മാസം 15 രൂപ വരുമാനമുണ്ടെന്നും അവൾ പറയുന്നു. അപ്പോൾ എന്താ തൊഴിലെന്ന് ഉദ്യോഗസ്ഥൻ വീണ്ടും ചോദിക്കുന്ന സമയത്ത് സർക്കാരിന് എന്തെല്ലാം അറിയണം, കഞ്ഞി വയ്ക്കുന്നുണ്ട്, തിണ്ണ മെഴുകുന്നുണ്ട്, ഞാൻ മെഴുകി കണ്ണാടി പോലെയാക്കിയ ഈ തിണ്ണ എൻ്റെ കവിള് പോലെയാണെന്ന് പണിക്കൻ പറയാറുണ്ട്. പണിക്കൻ എന്ന് വെച്ചാൽ ഭർത്താവ്. അങ്ങനെ കേട്ടപ്പോൾ രണ്ടാളും ചിരിച്ചുപോയി. അതിനിടയ്ക്ക് വീട്ടുമുറ്റത്തെത്തിയ 10 വയസ്സുകാരി പെൺകുട്ടിയെ നളിനി വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥൻ വരുമാനമുള്ള ഒരു തൊഴിലിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് തൊഴിലില്ലെങ്കിൽ നിങ്ങൾ തൊഴിൽ തരുമോ എന്നാണ് അവൾ ചോദിക്കുന്നത്. വീട്ടിൽ വന്നവരോട് മര്യാദ കാണിക്കണമെന്ന് ഉദ്യോഗസ്ഥൻ സൗമ്യമായിട്ട് പറയുന്ന സമയത്ത് അകത്തു പോയിട്ട് മുറുക്കാനെടുത്ത് കൊടുക്കുകയാണ് നളിനി ചെയ്യുന്നത്. പിന്നീട് അവൾ അകത്ത് കയറി 2-3 മരപ്പാവകൾ കൊണ്ടുവന്ന് എന്യൂമറേറ്ററിന്റെ മുന്നിൽ കൊടുക്കുന്നുണ്ട്. ഒരു ചാൺ നീളത്തിലുണ്ടാക്കിയ സ്ത്രീരൂപങ്ങളായിരുന്നു അത്.
കണ്ട മാത്രയിൽ തന്നെ എല്ലാവരെയും ആകർഷിക്കാൻ പോന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്ത്രീ രൂപങ്ങൾ. ആ 3 മരപ്പാവകൾ കണ്ടപ്പോൾ എന്യൂമറേറ്റർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: 4 ഒരുപോലെ എന്ന്. 3 ജീവനില്ലാത്തതും 1 ജീവനുള്ളതും. അതായത് മരപ്പാവുകൾ നളിനിക്ക് തുല്യമായിട്ട് ജീവൻ സ്ഫുരിച്ചു നിൽക്കുന്നതാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ജീവനില്ലാത്ത പ്രതിമകളെ പോലെയാണ് ജീവനുള്ള താനും എന്ന് അതിൻ്റെ തലയിലെഴുത്താണ് എന്ന് അവൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അവൾ വീണ്ടും അകത്ത് കയറിപ്പോയി മറ്റൊരു പാവയുമായിട്ട് വരുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അയാൾ അത് നോക്കിയിട്ട് പറയുകയാണ്: കംസവധത്തിലെ കൃഷ്ണനാണോ അതോ മുന്തിയറപ്പനെ കൃഷ്ണവേഷം കെട്ടിച്ചതാണോ? ഇത് കുറേ വലുതായിരുന്നെങ്കിൽ വെള്ളരി വേലിക്കകത്ത് കൊണ്ട് വയ്ക്കാമായിരുന്നു, ദൃഷ്ടിദോഷം മാറാൻ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ 19 ഒരുമിച്ചുണ്ടാക്കുന്ന സമയത്ത് ഈ കൃഷ്ണൻ്റെ രൂപം മാറിപ്പോയെന്നും അതുപോലെ തന്നെ വേഷം കൃഷ്ണൻ്റെ ആണെങ്കിലും രൂപം വേറൊരു കൃഷ്ണൻ്റെ ആയിട്ട് മാറി എന്നും പറയുന്നുണ്ട്. അതായത് ഇവൾ പാവ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇവൾക്ക് ഇവളുടെ ഭർത്താവിനെ കുറിച്ച് ഓർമ്മ വരും. അപ്പോൾ ദേഷ്യം കയറും. ആ സമയത്ത് പാവയ്ക്കൊക്കെ ആരുടെ മുഖമായിട്ട് മാറും? ഭർത്താവിൻ്റെ മുഖമായിട്ട് മാറും എന്നവൾ പറയുന്നുണ്ട്. അപ്പോൾ ഭർത്താവിനോട് അത്രത്തോളം ദേഷ്യം, ഇഷ്ടമുണ്ടായിരുന്നു, ആ ഇഷ്ടം മാറി ഇപ്പോൾ ദേഷ്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. അങ്ങനെ പുരുഷ രൂപങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവൾ സ്ത്രീ രൂപങ്ങൾ ഉണ്ടാകാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ശ്രീപാർവതിയുടെ രൂപങ്ങൾ ഉണ്ടാക്കി. ആദ്യം പേരൊന്നും ഇടില്ല, കണ്ണാടിയിൽ പോയിട്ട് സ്വയം നോക്കിയിട്ട് അവൾ സ്ത്രീ രൂപങ്ങൾ കൊത്തിയെടുക്കുകയും പിന്നീട് അതിന് പേരിടുകയാണ് ചെയ്തത്. അത്തരത്തിൽ മനോഹരമായിട്ടുള്ള അവളുടെ രൂപത്തിലുള്ള ശില്പങ്ങൾ അവൾ രൂപപ്പെടുത്തിയെടുത്തു. ഇത് കണ്ടിട്ട് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നിങ്ങളും പാർവതിയും സമം സമമെന്നാണ്. ഇത് കേട്ടപ്പോൾ അവൾക്ക് നാണമായിട്ട് തുടങ്ങി. തൻ്റെ രൂപങ്ങൾ തന്നെ ഉണ്ടാക്കി വിറ്റാൽ നാട്ടുകാർ ആക്ഷേപിക്കുമെന്നവൾ പറയുന്നുണ്ട്. താൻ പാവകളെ വിൽക്കുന്നത് ആണുങ്ങളെ ആകർഷിക്കാനാണെന്ന് പറഞ്ഞ കാത്ത, ഞാൻ എന്ത് പറഞ്ഞാലും നേരാ എന്ന് പറയുന്ന അയൽക്കാർ, ഇവരെല്ലാം തനിക്ക് പേടിയാണെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തനിക്ക് ചുറ്റും ആരുമുണ്ടെന്ന് താൻ വിശ്വസിക്കാറില്ല, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പേടിയില്ല എന്ന് നളിനി പറയുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് ഉദ്യോഗസ്ഥൻ പറയുന്നത് കലകളിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെയാണ്, അഹന്ത എന്നാണ് അതിന് പേര് പറയുക എന്ന്. ശേഷം അവൾ വീണ്ടും 4 പാവകൾ കാണിക്കുന്നുണ്ട്. ആ പാവകളുടെ ഭാവം ഇങ്ങനെയായിരുന്നു: കരുണം, രൗദ്രം, അത്ഭുതം, ശൃംഗാരം എന്നിങ്ങനെ. ആ പാവകൾ അയാൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അവൾ പറയുകയാണ്: എന്നെങ്കിലും ഇതിനൊരാവശ്യക്കാർ വരും. എന്നെ കാണാത്തവരുടെ കയ്യിൽ ചെല്ലുന്ന സമയത്ത് ഇത് തേവിടിച്ചിയുടെ പരസ്യമാണെന്ന് പറഞ്ഞ് ആരും എന്നെ ആക്ഷേപിക്കില്ലല്ലോ. അപ്പോൾ അറിയുന്നവരൊക്കെ ഇവളെ എന്ത് ചെയ്യുകയാണ്? ഭർത്താവ് ഉപേക്ഷിച്ചത് കൊണ്ട് തന്നെ അവളെ തെറ്റായ പേര് പറഞ്ഞ് പരാമർശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അവളെ നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അറിയാത്ത ആൾക്കാരെ എന്നെങ്കിലും തന്നെ അംഗീകരിക്കുമെന്ന് നളിനി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉദ്യോഗസ്ഥൻ മറുപടി പറയുന്നത്: അറിയുന്ന തൊഴിലിൽ നിന്ന് ആദായം കിട്ടുന്നുവെങ്കിൽ അപവാദത്തെ വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തൊഴിൽ ശില്പവൃത്തി എന്ന് എഴുതാൻ ഞാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് ഭർത്താവിനെ കുറിച്ച് അവൾ പറയുന്നുണ്ട്. തൻ്റെ ഭർത്താവ് ഒരു മൃഗമാണെന്നും കള്ളു കുടിക്കും, അടിപിടി ഉണ്ടാക്കും, കിടപ്പാണെങ്കിലോ പോലീസ് സ്റ്റേഷനിലാണെന്നും അവൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ഹെഡ് അങ്ങുന്നിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പോലീസുകാരൻ ഇവളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. നളിനി ചെന്ന് അവളുടെ ഭർത്താവിനെ ജാമ്യത്തിലിറക്കണം. അവൾ സമ്മതിച്ചില്ല. വെളുത്തിട്ട് വന്നാൽ മതിയെന്ന് അവൾ പോലീസുകാരനോട് മറുപടി പറഞ്ഞു. അപ്പോൾ രാത്രിയിൽ ആരെങ്കിലും അതിക്രമം കാട്ടിയാൽ പരാതിയുമായിട്ട് ഇനി സ്റ്റേഷനിലോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ തിരിച്ചുപോയി. അങ്ങനെ ആരെങ്കിലും വന്നാൽ എൻ്റെ തലയണിക്കടിയിൽ വീതിയുള്ളയുണ്ടെന്ന് അവൾ മറുപടി പറയുന്നുണ്ട്. എങ്കിലും താൻ സുരക്ഷിതയല്ല എന്ന് നളിനി ആ നിമിഷത്തിൽ മനസ്സിലാക്കുകയാണ്. പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് ആടി ആടി ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന കാഴ്ച കണ്ട് അവൾ ബാഗും എടുത്തിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവൾ ഭർത്താവുമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു. അപ്പോൾ തൻ്റെ കഥകളൊക്കെ നളിനി ആ എന്യൂമറേറ്റർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹം പുറപ്പെടാൻ നേരത്ത് രൗദ്രഭാവമുള്ള ഒരു പ്രതിമ അവൾ അയാൾക്ക് സമ്മാനിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രതിമ അയാൾക്ക് ഇഷ്ടമായില്ല. എങ്കിലും നന്ദി പറഞ്ഞ് ഒരു കടലാസ കഷ്ണം അവിടെ വെച്ച് അത് നോക്കിക്കോളാൻ നളിനിയോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ കടലാസ കഷ്ണത്തിൽ നളിനിയുടെ രൂപമാണ് എന്യൂമറേറ്റർ വരച്ചുകൊണ്ടിരുന്നത്. അത് കണ്ട സമയത്ത് ഈ രൗദ്രഭാവമുള്ള ആ ഒരു പ്രതിമയെ അവൾ തിരിച്ചു വാങ്ങിച്ചിട്ട് തിരിച്ച് പാർവതി തപസ് ചെയ്യുന്ന ഒരു അല്പം വലിയൊരു രൂപം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നുണ്ട്. അയാൾ നന്ദിയോടെ അതിലേക്ക് നോക്കി. സെൻസസിനായി അടുത്ത വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വീണക്കമ്പി മീട്ടിയുണ്ടാകുന്ന നാദം പ്രതിധ്വനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. അത്തരത്തിൽ സെൻസസ് എടുക്കാൻ വരുന്ന എന്യൂമറേറ്റർ എന്ന് പറയുന്ന കഥാപാത്രവും മരപ്പാവുകൾ നിർമ്മിക്കുന്ന ആശാരിപ്പറമ്പിൽ നളിനി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെയും ലളിതമായിട്ടുള്ള സംഭാഷണത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഇവർ തമ്മിലുള്ള ഓരോ സംഭാഷണങ്ങളിലൂടെയും ഒരു കലാകാരിയുടെ ദയനീയ സ്ഥിതിയും എഴുത്തുകാരൻ്റെ സാമൂഹിക പ്രതിബദ്ധതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
ഇവിടെ ഈ സെൻസസ് എടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ തന്നെ ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയും ഭരണകൂടവും തമ്മിലുള്ള ആ ഒരു അന്തരം എത്രത്തോളം ഉണ്ട് എന്ന് ഈ കഥ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ കലാകാരനും സമൂഹവും തമ്മിലുള്ള പാരസ്പര്യവും ഒരു സ്ത്രീ സ്വത്വത്തിൻ്റെ ഉണർവും എങ്ങനെയൊക്കെയാണ് എന്ന് ഈ കഥ വ്യക്തമാക്കി തരുന്നുണ്ട്. നർമ്മം കലർന്ന ഒരു രീതിയിലാണ് ഈ കഥയുടെ പോക്ക് എന്ന് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. എന്യൂമറേറ്റർ എന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയിലൂടെ ഒരു സാധാരണ വ്യക്തിയിൽ ഭരണകൂടത്തിൻ്റെ സ്വാധീനം എത്രത്തോളം സാധ്യമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് അല്ലേ? പക്ഷേ ഈ ഭരണകൂടം എന്ന് പറയുന്നത് ഈ മനുഷ്യജീവിതത്തെ ചില അതിരുകൾക്കുള്ളിൽ തളച്ചിടാനായിട്ട് ശ്രമിക്കുകയാണ്. തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യക്തിയെയും കുടുംബത്തെയും ആര് നിർവചിക്കുന്നു? ഭരണകൂടം നിർവചിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ എന്യൂമറേറ്റർ എഴുതാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു എന്യൂമറേറ്ററിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട ബാധ്യത ഒരു വ്യക്തിക്കുണ്ട്, അത് സത്യമാണ്. പക്ഷെ ആ ചോദ്യങ്ങളിൽ എന്യൂമറേറ്റർക്ക് പങ്കില്ല. പക്ഷെ തെറ്റായ വിവരങ്ങൾ നൽകാനും പാടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളിൽ ഈ ചോദ്യങ്ങളൊക്കെ എന്തുണ്ടാക്കും? ആശങ്കയുണ്ടാക്കും. അപ്പോൾ സാധാരണക്കാരൻ്റെ ഉത്കണ്ഠയും നെടുവീർപ്പും എല്ലാം കാണുന്ന വ്യക്തിയായിട്ട് ഇവിടെ എന്യൂമറേറ്റർ മാറുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ സെൻസസിന് വരുന്ന സമയത്ത് പല സത്യങ്ങളും മറച്ചു വെക്കാനായിരിക്കും പല വീട്ടുകാരും ശ്രമിക്കുക അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഒരു കഥാപാത്രമായിട്ട് ഇവിടെ നളിനി മാറുന്നുണ്ട്. ഈ ആശാരിപ്പറമ്പിൽ എന്ന് പറയുന്ന ആ വീട്ടുപേര് തന്നെ എന്താണ്? കുലത്തൊഴിലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സംഭാഷണങ്ങളിലൂടെ നളിനി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വ്യക്തി ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദീർഘ സംഭാഷണത്തിനിടയിൽ മനുഷ്യഹൃദയങ്ങൾക്കുണ്ടാകുന്ന മൃദുല വികാരങ്ങൾ കാരൂര് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ? അതിന് ഒരു നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണ രേഖ കടന്നുകൊണ്ട് ഒരു എഴുത്ത് രീതി ഇവിടെ കാരൂര് അവതരിപ്പിക്കുന്നില്ല. നമുക്കിവിടെ തോന്നിപ്പോകാം, ഇവിടെ എന്യൂമറേറ്ററും അതുപോലെ തന്നെ നളിനി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന ചില വിഷയങ്ങൾ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അവളുടെ ചിത്രം വരയ്ക്കുന്നുണ്ട്, അദ്ദേഹത്തിന് പാവകൾ സമ്മാനിക്കുന്നുണ്ട്, പേര് പറയുമ്പോൾ നാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ഇവിടെ ഒരു വികാരങ്ങൾ എന്താണ് നിയന്ത്രണ രേഖ വിട്ട് പോകുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെ ഒരു പരിധി വെക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ സ്വത്വം വളരെ ശക്തമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നളിനി എന്ന് പറയുന്ന കഥാപാത്രം ഒരിക്കലും ഇവിടെ ഒരു ദുർബലയായിട്ടുള്ള സ്ത്രീയല്ല. പ്രണയവും സ്നേഹവും അതുമാത്രമല്ല ധീരതയും ചങ്കൂറ്റും ഒക്കെയുള്ളൊരു ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രമാണ് ഇവിടെ ആര്? നളിനി എന്ന് പറയുന്ന കഥാപാത്രം. തൻ്റെ ചിന്തകളെ ഒരു പേടിയില്ലാതെ അവതരിപ്പിക്കാൻ ഇവിടെ നളിനിക്ക് കഴിയുന്നുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് നളിനിക്കുണ്ട്. അതുപോലെ തന്നെ പുരുഷാധിപത്യത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനും നളിനിക്ക് കഴിയുന്നുണ്ട്. തൻ്റെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തെ തൻ്റെ ഇടത്തോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? അവൾ മറികടക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്ത്രീ തൻ്റെ ഇടം കാണിക്കുന്ന സമയത്ത് സമൂഹം അവളെ തെറ്റായിട്ടുള്ള രീതിയിൽ കണക്കാക്കിയേക്കാം. അതുപോലെയുള്ളൊരു അവസ്ഥ ആർക്കും ഉണ്ട്? നളിനിക്കും ഉണ്ട് അല്ലേ? അവളുടെ തൻ്റെ ഇടം നാട്ടുകാർ വ്യഭിചാരമായിട്ട് ആരോപിക്കുന്നുണ്ട്. പക്ഷേ അവൾക്കതിലൊരു പ്രശ്നവുമില്ല. തൻ്റെ ധർമ്മത്തിന് നിരക്കാത്ത ഒരു കാര്യവും ആര് ചെയ്യില്ല? ഇവിടെ നളിനി ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒന്നിനോടും ഒരു വിട്ടുവീഴ്ചയും അവൾ കാണിക്കുന്നില്ല. യഥാർത്ഥ കലാകാരിയുടെ സാമൂഹിക ബോധം എന്താണ് എന്ന് നളിനി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുമുണ്ട്.